ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും ഫാമിലിയും കൂടി ഇരിഞ്ഞാലക്കുട നിന്നും വയനാട്ടിലെ അതിമനോഹരമായ ചേകാടിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറയാൻ പറ്റില്ല, വൈഫിൻ്റെ സ്വന്തം നാട്. ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ദൂരം കൂടിയത്. ദൂരം കൂടുന്തോറും ആ യാത്രയുടെ സുഖം ഒന്ന് വേറെ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ വയനാട്, മൂന്നാർ എന്ന ഭാഗങ്ങളിലേക്ക്. അപ്പോൾ നമുക്ക് യാത്രാ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് പുതിയതായി വന്ന ലുലുമാൾ, പാളയം മാർക്കറ്റ്, അങ്ങനെ അവസാനം ഇരിഞ്ഞാലക്കുട നിന്ന് പുറപ്പെട്ട മാനന്തവാടി KSRTC കോഴിക്കോട് KSRTC ഡിപ്പോയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന മാനന്തവാടി KSRTC. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം എത്തി. താമരശ്ശേരി ചുരമൊക്കെ കാണാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ താമരശ്ശേരി ചുരവും കയറിക്കഴിഞ്ഞു. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡ്. കൽപ്പറ്റ വിട്ടാൽ നേരെ മാനന്തവാടി. ഇരിഞ്ഞാലക്കുട നിന്ന് 6:30 പുറപ്പെട്ട ഞങ്ങൾ മാനന്തവാടി എത്തിയപ്പോൾ 2:50. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാനന്തവാടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള സാഗർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. 2 ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ തൃശ്ശൂരിലെ ബിരിയാണി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തൃശ്ശൂരിലെ ബിരിയാണിയാണ് കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ബസ്സിലാണ് പുൽപ്പള്ളിക്ക് പോകുന്നത്. ഇനി നേരെ പുൽപ്പള്ളി. മാനന്തവാടി അല്ലാതെ നമുക്ക് സുൽത്താൻ ബത്തേരി കൂടി പുൽപ്പള്ളിക്ക് വരാം. ആ വഴിയാണ് അടിപൊളി വഴി. നല്ല തിക്ക് ഫോറസ്റ്റിനുള്ളിൽ കൂടെ KSRTCയിലൊരു യാത്ര. രാത്രിയാണ് പറയും വേണ്ട, അടിപൊളി വൈബായിരിക്കും. കാരണം അപ്പുറത്തും ആന നിൽക്കുന്നത് കാണാം. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് വള്ളിയൂർക്കാവ് വഴി, പാക്കം വഴി പുൽപ്പള്ളിക്കാണ്. ഈ കാണുന്നത് കുറുവാദ്വീപിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങൾ പുൽപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ ഞങ്ങളെ കാത്ത് രഞ്ജുവിൻ്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു, അതായത് വൈഫിൻ്റെ അമ്മ. ബസ്സിന് പോണ്ട, ഓട്ടോറിക്ഷയിൽ ചേകാടിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചേകാടി ഭാഗത്തേക്ക് പോകുന്ന ഓട്ടോറിക്ഷകൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങി. അതിനിടയിൽ സ്വാതിക്കിന് അമ്മൂമ്മ ഒരു ഷൂ വാങ്ങിച്ചു കൊടുത്തു. അവൻ ഹാപ്പിയായി. ഇതൊക്കെയാണ് പുൽപ്പള്ളി സെൻറ്റർ. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷയിൽ കയറി ചേകാടിയിലേക്ക് വിട്ടു. നമുക്ക് ചേകാടിക്കല്ല പോകേണ്ടത്, ചേകാടിക്ക് തന്നെ മുന്നായിട്ട് ഗുണ്ടുവാടി എന്നൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടും നല്ല വൈബ് തരുന്ന സ്ഥലങ്ങളാണ്. ഗുണ്ടുവാടി എന്ന് പറയുന്നത് ശരിക്കും ഒരു കാടിനുള്ളിൽ ഒരു ഗ്രാമം, ഒരു ചെറിയൊരു ഗ്രാമം. ഇവിടെ നിന്ന് അങ്ങോട്ട് കാട് തുടങ്ങിയായി. ഈ കാട്ടിൻ്റെ നടുവിൽ കൂടെ വേണം ഗുണ്ടുവാടിയിലേക്കും ചേകാടിയിലേക്കും നമുക്ക് പോകണമെങ്കിൽ. വേനൽക്കാലം ആയതുകൊണ്ട് പകൽ സമയത്ത് നമുക്ക് മൃഗങ്ങളെയൊന്നും ഈ ഏരിയയിൽ കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ആന പോലെയുള്ള ജീവികളെ. കാരണം ഈ തേക്ക് കണ്ടില്ലേ, വേനൽക്കാലിൻ്റെ ചൂടും തേക്കിനും ഭയങ്കര ചൂടാണ്. ആ ചൂട് ആനകൾക്ക് താങ്ങില്ല. അത് കാരണം ആനകൾ ഉൾക്കാട്ടിലായിരിക്കും, അതായത് തേക്ക് മരങ്ങൾ ഇല്ലാത്ത ഏരിയകളിലായിരിക്കും പകൽ സമയങ്ങളിൽ ആനകൾ ഉണ്ടാവുക. പിന്നെ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വരികയാണെങ്കിൽ ഈ കാട് കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. ആ സമയങ്ങളിൽ വേണമെങ്കിൽ ആനകളെയോ മറ്റു മൃഗങ്ങളെയോ പകൽ സമയങ്ങളിൽ കാണാം. പിന്നെ രാത്രി ഈ വഴി വരുന്നവർ കുറച്ച് പേടിക്കാണ്ട്, കുറച്ചല്ല കുറച്ചധികം. കാരണം പകൽ കാണാത്ത പല ജീവികളും രാത്രിയിൽ ഉണ്ടാവാം.
ഏത് നിമിഷവും പ്രതീക്ഷിക്കാം, കാരണം ഇതൊരു കൊടുങ്കാടാണ്. പിന്നെ ഈ വഴികളിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് എന്ന സാധനമില്ല. കാരണം കാടായതുകൊണ്ട് മൃഗങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് രാത്രി വരുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഏരിയയിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഗുണ്ടുവാടി, ചേകാടി അങ്ങനെയുള്ള ഏരിയയിലുള്ള ആൾക്കാർ ഒരു 7 മണി 8 മണിയാകുമ്പോഴേക്കും എല്ലാവരും കിടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതാണ് ഗുണ്ടുവാടി എന്ന് പറയുന്ന സ്ഥലം സ്റ്റോപ്പ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം ചന്ദ്രോത്ത് എന്ന ആ ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ. ഫസ്റ്റായിട്ട് ഞാൻ വന്നപ്പോൾ രാത്രിയിൽ ഗൈസ് കിളി പറന്നു. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഏരിയ കൂടെ രാത്രി ഈ കാണുന്ന വഴി കൂടെ ഞാൻ നടന്നു പോയി. ആ സമയത്ത് ആനില്ലാത്തത് എൻ്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ ചവിട്ടിപ്പുണ്ടാക്കിയാനെ. രാവിലെയൊക്കെ കാണാൻ അടിപൊളിയാണ്. കോട നിറഞ്ഞിരിക്കും ഇവിടെയൊക്കെ. ഈ ചൂടുകാലത്തും രാവിലെ കോട നിറഞ്ഞിരിക്കും. ഈ ഡിസംബർ ജനുവരിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മണി കഴിയാണ്ട് ഈ കോടയൊന്നും പോവില്ല. സൂര്യോദയക്ക് കാണണമെങ്കിൽ തന്നെ ഒരു 10 മണി പിടിക്കും. അത്രയും കോടയാണ് ഈ വശത്തൊക്കെ. അപ്പുറത്തൊരു ആന നിന്നാൽ പോലും നമുക്ക് കാണില്ല. അങ്ങനെ ചന്ദ്രോത്ത് എത്തി. ശരിക്കും ചന്ദ്രോത്ത് എന്നുള്ളത് ഈ ചെട്ടിയമ്മയുടെ വീട്ടുപേരാണ്. അതായത് രഞ്ജുവിൻ്റെയൊക്കെ വീട്ടുപേരാണ് ചന്ദ്രോത്ത്. ഏകാടിയിലും ഗുണ്ടുവാടിയിലായിട്ട് 2 ചെട്ടിയാർ ഫാമിലിയാണിത്. ഒന്ന് കവിക്കൽ തറവാടും ഒന്ന് ചന്ദ്രോത്ത് തറവാടും. ചന്ദ്രോത്ത് തറവാടാണ് ആ കാണുന്നത്. ഏകദേശം 100 വർഷം പഴക്കമുണ്ട് ആ വീടിന്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഒരു കർഷക ഫാമിലിയാണ്. അതായത് ഇവിടെയുള്ളൊരു ഒട്ടുമിക്ക പേരും കർഷക കുടുംബമാണ്. നെല്ലായിട്ടും പശുവായിട്ടും കാപ്പിയായിട്ടും ഒക്കെയാണ് ഇവിടെയുള്ളവരുടെ ജീവിതം. ഈ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷിയാണെങ്കിലും പക്ഷേ ഈ സ്ഥലം അറിയപ്പെടുന്നത് ഗന്ധശാല അരിയുടെ പേരിലാണ്. ചേകാടിയിലും ഗുണ്ടുവാടിയിലുമാണ് ഗന്ധശാല കൃഷി ചെയ്യുന്നത്. ഈ ഗന്ധശാല അരിയുടെ പ്രത്യേകിച്ച് ഭയങ്കര സ്മെല്ലാണ്. അത് ബിരിയാണി റൈസിനേക്കാൾ സ്മെല്ലാണ്. ഭയങ്കര റേറ്റുമാണ് അരിക്ക്. അങ്ങനെ ഞങ്ങൾ രഞ്ജുവിൻ്റെ അസുന്ദരമായ കൊച്ചു വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് രഞ്ജുവിൻ്റെ വീട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.